ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ കേസെടുത്തു പോലീസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. ഗാനരചയിതാവും ഗായകനും ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസ്. കേസിനെ നിയമപരമായി നേരിടുമെന്നും മതവികാരം വ്രണപ്പെട്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ മടിയില്ലെന്നും ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള 24നോട് പറഞ്ഞു. VD സതീശൻ വിളിച്ചിരുന്നു, ഇങ്ങനെ കേസ് വരുമെന്ന് പറഞ്ഞ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഖേദം പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ FIRൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? പരാതി വളരെ ഗൗരവമുള്ള ഗുരുതര കാര്യങ്ങളൊക്കെ ഈ പരാതിയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ പരിഗണിച്ചുള്ള FIR ആണോ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, ഈ പാരഡി ഗാനത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന റിപ്പോർട്ട് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ആണ് DGPക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ 4 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സൈബർ പോലീസാണ് 4 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി ഈ പാട്ട് എഴുതിയ കുഞ്ഞബ്ദുള്ളയാണ്. ഒപ്പം ഈ പാട്ട് ആലപിച്ച വ്യക്തിക്കെതിരെയും, ഒപ്പം ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള മീഡിയ CMS മീഡിയ, ഒപ്പം സുബൈർ പന്തലൂർ എന്നിവരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും മതവികാരം വ്രണപ്പെടുത്തി, ഈ പാരഡി ഗാനത്തിലൂടെ മതവികാരം വ്രണപ്പെടുത്തി എന്നതാണ് FIRൽ പറയുന്നത്. ഒപ്പം ഈ അയ്യപ്പ ഭക്തി ഗാനത്തെയും ശരണമന്ത്രത്തെയും ഈ വരികളിലൂടെ അപമാനിച്ചു എന്നുകൂടി ഈ FIRൽ പറയുന്നുണ്ട്. ഗുരുതരമായ പരാമർശങ്ങളാണ് 4 പേർക്കെതിരെയും FIRൽ ഉള്ളത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് തൊട്ട് പിന്നാലെ നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ ഈ നടപടി നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള പ്രതികരണമാണ് ഇതിൻ്റെ ഗാനരചയിതാവും മറ്റ് ഈ പാട്ട് പാടിയ ആളും പറയുന്നത്. എന്തായാലും വലിയ വിമർശനത്തിന് കൂടി ഈ നടപടി വിധേയമായിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നതാണ് കോൺഗ്രസും UDFും ഈ പോലീസ് നടപടിയെ, അല്ലെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നടപടിക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും നാളെയും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. അത് UDFും BJPയും ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ ഒരുപോലെ ഉപയോഗിച്ചൊരു ഗാനം കൂടിയാണ്. അത് CPMനെ സംബന്ധിച്ച് വലിയ ഒരു കോട്ടമുണ്ടാക്കിയെന്ന് നേതാക്കളിൽ പലരും പറയുന്നുമുണ്ട്, പരസ്യമായും രഹസ്യമായും ഉൾപ്പെടെ പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പാട്ട് എഴുതിയവർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികൾ ഏത് തരത്തിലായാലും അതിനെ നേരിടും എന്നുള്ള പ്രതികരണമാണ് ഈ കേസെടുത്ത പ്രതികളിൽ നിന്നും ഉണ്ടാകുന്നത്. വിജയകുമാർ. FIRൽ പറയുന്നത് അയ്യപ്പ ഭക്തി ഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിച്ചു, മതസ്പർദ്ധയുണ്ടാക്കി സമൂഹത്തെ ഇളക്കിവിടാൻ ശ്രമിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ഈ FIRൽ പറയുന്നത്. പരാതിയിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ FIRലുമുണ്ട്. അതേസമയം മതവികാരം വ്രണപ്പെട്ടു എങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ മടിയില്ല എന്നാണ് ഗാനരചയിതാവ് പറയുന്നത്. മറ്റ് കാര്യങ്ങൾ നിയമപരമായി നേരിടും എന്നും പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, പിന്തുണ അറിയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ 24നോട് സംസാരിച്ചപ്പോൾ ഈ GP കുഞ്ഞബ്ദുള്ള പറഞ്ഞത്. വിശദാംശങ്ങളാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ CPM തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ചട്ടലംഘനം എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചത്. കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നും അദ്ദേഹത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ കടുത്ത ലംഘനമാണ്. ഒരു കാരണവശാലും മതസ്ഥാപനങ്ങൾ, ദൈവങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശനമായ നിലപാട്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ പാരഡി ഗാനം വ്യാപകമായി ഉപയോഗിച്ചു. ഒരു വർഗീയ ചിന്താഗതിയിലേക്കും ധ്രുവീകരണത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇടവരുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. S ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ്.
മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ് നടപടി. എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നടപടി. 2019 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ക്രമക്കേടിൽ ശ്രീകുമാറിനും പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. എസ് ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ നിലവിലെ പ്രതികളിൽ മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ മാത്രമാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ FIRഉം അന്വേഷണ രേഖകളും ആവശ്യപ്പെട്ട ED നൽകിയ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. 24 തിരുവനന്തപുരം. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചതിൽ കേസെടുത്തു പോലീസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരിയുടെ പരാതിയിൽ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയാവുകയും CPM ലീഗ് ഒരു വാക്പോരിലൊക്കെ കലാശിക്കുകയും ചെയ്ത വിഷയമാണിത്. ഇതിൽ എന്താണ് ഇപ്പോൾ പോലീസിന്റെ നടപടി? ആരൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, ചങ്ങരോത്ത് പഞ്ചായത്തിലെ UDFന്റെ ശുദ്ധി കലശത്തിലാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുള്ളത്. ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഉണ്ണി വേങ്ങേരിയുടെ പരാതിയിലാണ് 10 UDF പ്രവർത്തകർക്കെതിരെ SC/ST നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്. ദളിത് പഞ്ചായത്ത് പ്രസിഡന്റായ തന്നെ ജാതീയമായി അധിക്ഷേപിക്കാനാണ് ശുദ്ധി കലശമെന്നായിരുന്നു ഉണ്ണി വേങ്ങേരിയുടെ പരാതി. CPM ഭരിച്ചിരുന്ന ഈ പഞ്ചായത്തിൽ 20-ൽ 19 സീറ്റ് നേടിയാണ് ഇക്കുറി UDF ഭരണം തിരിച്ചുപിടിച്ചത്. അഴിമതി ഭരണം തുടച്ചു നീക്കുന്നതിന്റെ പ്രതീകാത്മക ആഘോഷമായാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയതെന്നും ചാണകവെള്ളം തെളിച്ചിട്ടില്ലെന്നും ആണ് ലീഗ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ഒരു വാദം. കഴിഞ്ഞ ദിവസം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഉണ്ണി വേങ്ങേരി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ആ സംഭവത്തിലാണ് 10 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. യെസ്, അങ്ങനെ അതിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ ഉണ്ണി വേങ്ങേരി പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഗൗരവമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലാണ് കേസെടുത്തത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങിയതിന് മുഖ്യമന്ത്രിക്കെതിരെ CPMൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. ഗവർണർക്ക് വഴങ്ങിയത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ വിമർശിച്ചിട്ടുണ്ട്. R ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഒരുപക്ഷെ CPMന്റെ സമ്മേളന കാലയളവിൽ ഈ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലൊക്കെ ആ സമ്മേളനങ്ങളിലൊക്കെ ചെറിയ ചെറിയ വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ അന്ന് ഉയർന്നതാണ്. അതിനുശേഷം അത്തരമൊരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയുടെ ഒരു വേദിയിലും ഉയർന്നിരുന്നില്ല. ഇവിടെ ഇതാ ഇപ്പോൾ VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങി, പാർട്ടി അറിയാതെ സമവായമുണ്ടാക്കി എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്നത്. അതും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഉള്ള ഒരു വിമർശനം കൂടിയാണ്. ആ നിലയ്ക്കും അതിനെ കാണേണ്ടതുണ്ട്. എന്താണ് ശ്രീജിത്ത് ഇക്കാര്യത്തിൽ കൂടുതൽ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഏത് സ്വഭാവത്തിലുള്ള വിമർശനമാണ്? മുഖ്യമന്ത്രി ഗവർണർക്ക് വഴങ്ങിയെന്ന് പറയുമ്പോൾ പല മാനങ്ങളുണ്ട് അതിന്. ഇപ്പോൾ ഇവിടെ UDF ആരോപിക്കുന്നത് BJP CPM അന്തർധാരയാണ് എന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. അതിന് ചുവട് പിടിച്ചുള്ള വിമർശനമാണോ പാർട്ടിക്കകത്തും നടക്കുന്നത്? വിജയകുമാർ, ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക് ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നത തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ധാരണ മുഖ്യമന്ത്രി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത് ഉചിതമാവില്ല എന്നുള്ള വിമർശനം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ആ നടപടി രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ പ്രകടിപ്പിച്ചത്. കാരണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകും. അത് പ്രത്യേകിച്ചും ഗവർണറുടെ ഒരു നിലപാട് അംഗീകരിച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സമരങ്ങളും മറ്റും ഏറ്റെടുത്ത് നടത്തിയത് CPIM-ഉം അതിന്റെ വർഗ ബഹുജന സംഘടനകളുമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ്
ഇത്തരം ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാൽ അത് ജനങ്ങൾ അതിനെ കാണുക, സമൂഹം എങ്ങനെയാണ് കാണുക എന്നതിനെ പറ്റിയുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായത്. ഇത് മുഖ്യമന്ത്രി ഈ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അത് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അത്തരമൊരു ചോദ്യം ചെയ്യപ്പെടൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി കൂടി ഈ യോഗങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മറ്റും പങ്കെടുത്തിരുന്നു. അപ്പോൾ അത്തരമൊരു വിമർശനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സംഘടനാപരമായ CPIMനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ഒരു സംഭവ വികാസമായി തന്നെ വേണം കാണാൻ. യെസ്, ഈ ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീജിത്ത്, ഈ CPIMന്റെ സമ്മേളന കാലയളവിൽ ഈ ബ്രാഞ്ച് ഏരിയ അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരെ ചില വിമർശനങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഒരു ഘട്ടമായപ്പോഴേക്കും ആ വിമർശനങ്ങളും തണുത്തു. ജില്ലാ സമ്മേളനങ്ങളൊക്കെ ആയപ്പോഴേക്കും മുഖ്യമന്ത്രി തന്നെ സമ്മേളനം നടക്കുന്ന ജില്ലകളിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതെങ്കിലും എതിർസ്വരം ഉയരുന്നുണ്ടോ എന്നത് ഒക്കെ പരിശോധിക്കാൻ വേണ്ടി കൂടിയായിരുന്നു അദ്ദേഹം നേരിട്ട് പങ്കെടുത്തതെന്നൊക്കെ അന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. അങ്ങനെ പാർട്ടി വേദികളിൽ, പാർട്ടി കമ്മിറ്റികളിലൊന്നും ഒട്ടും വിമർശനം ഏൽക്കാത്ത ഒരു നേതാവ് കൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴിതാ ആ സാഹചര്യത്തിന് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു മാറ്റമുണ്ടാകുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി വേദിയിൽ വിമർശിക്കപ്പെടുന്നു. അതും വളരെ ഗൗരവമുള്ള വിഷയത്തിൽ BJP CPM അന്തർധാരയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു വിഷയത്തിൽ ഏതാണ്ട് സമാനമായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാവുന്ന വിമർശനം പാർട്ടി കമ്മിറ്റിയിൽ നിന്നുണ്ടാകുന്നു എന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കുന്ന ഘട്ടത്തിൽ അതിന് ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുമല്ലോ, അല്ലേ? കുമാർ, തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഏറിയും കുറഞ്ഞ രീതിയിലും പരോക്ഷമായി തന്നെ CPIMന്റെ സെക്രട്ടേറിയറ്റിൽ മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് പലവിധ സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണ നടപടികൾ, ഏറ്റവും ഒടുവിൽ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ചർച്ച കൂടാതെ ഒരു തീരുമാനത്തിലേക്ക് പോയതുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആ ഭരണ നടപടിയെ വിമർശിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈയെടുത്ത് നടത്തിയ ഒരു ഒത്തുതീർപ്പ് ഇടപെടലിനെതിരെ വിമർശനം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടലിനെതിരായ വിമർശനം കൂടിയാണ് എന്ന് കണക്കാക്കേണ്ടി വരും. അങ്ങനെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് ശേഷമാണ്. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു തോൽവിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ തിരുത്തലുകൾ വേണമെന്ന തരത്തിലുള്ള കൂട്ട ആഹ്വാനങ്ങളും വിലാപങ്ങളും പാർട്ടിക്കകത്തും പുറത്തും ഉയരുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നടപടിയെ വിമർശിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചില നേതാക്കൾ രംഗത്ത് വരുന്നത്. അത് കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് കരുതാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ, അതായത് ഈ സാധാരണ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ തന്നെ കോൺഗ്രസ് BJP ഐക്യം എന്നുള്ള അല്ലെങ്കിൽ ധാരണ എന്ന വിമർശനം ആദ്യം തന്നെ കെട്ടടിച്ചു വിട്ടുകൊണ്ട് അതിന്മേൽ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നിർത്താനായിരുന്നു CPIM ഒക്കെ തന്നെ ശ്രമിക്കാറ്. എന്നാൽ അതിന് വിപരീതമായി ഇത്തവണ CPIM BJP ധാരണയുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന് പശ്ചാത്തലമൊരുക്കിയത് PMC ഒപ്പിടലായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഗവർണറുമായി ഇത്തരമൊരു VC നിയമന കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തുമ്പോൾ വീണ്ടും അത്തരം വ്യാഖ്യാനങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് ഇടം നൽകും എന്നതാണ് പ്രശ്നം. ആ ഗൗരവം ഉൾക്കൊണ്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സമീപനങ്ങളെ, സംഘടനാ നടപടികൾക്കെതിരെ വിമർശനമില്ലാതിരുന്ന ആ കാലം മാറിയിരിക്കുന്നു. മറിച്ച് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന പ്രസക്തി കൂടി ഈ വിമർശനങ്ങൾക്കുണ്ട്. യെസ്, ഗവർണർക്ക് വഴങ്ങിയത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. ഈ വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ചകൾക്കും അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്കും ഒക്കെ ശ്രമിച്ച ഘട്ടത്തിൽ SFIയുടെ നേതാക്കൾ പോലും അതിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അത് SFIയിലും അല്ലെങ്കിൽ CPMലും ഒക്കെ നടക്കുന്ന ചർച്ചകളുടെ സൂചനയാണ് എന്നൊരു വിലയിരുത്തൽ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ശരിയാണ് എന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു നേതാക്കൾ എന്ന വാർത്തയോടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ തരത്തിൽ ഗവർണർക്ക് വഴങ്ങി എന്ന മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ വിമർശനം ഉയരുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിൽ ഗവർണർക്ക് കീഴടങ്ങി സർക്കാർ. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കി. നേരത്തെ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറിനെ പിന്തുണച്ച് സർക്കാരും ഇടത് സംഘടനകളും രംഗത്തു വന്നിരുന്നു. അതിനിടെ KTU VC ആയി ചുമതലയേറ്റതിനു ശേഷം ഡോക്ടർ സിസ തോമസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാലയിൽ VC ആയി നിയമിച്ചതിനു പിന്നാലെയാണ് കേരള സർവകലാശാലയിലും സർക്കാരിന്റെ കീഴടങ്ങൽ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഇനി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നും തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടതായി ഉത്തരവിൽ പറയുന്നു.
ഇത് പ്രകാരമാണ് ഡോക്ടർ അനിൽകുമാറിനെ തിരികെ DB കോളേജിലേക്ക് പ്രവേശിപ്പിച്ച് ഉത്തരവായത്. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്നപ്പോഴാണ് ഡോക്ടർ KS അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറായി നിയമിച്ചത്. പിന്നീട് പുനർനിയമനവും നൽകി. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നു. സർക്കാരും ഇടതു സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നപ്പോൾ ചാൻസലർ VC മോഹനൻ കുന്നുമേലിനെ പിന്തുണച്ചു. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാത്തതിനാൽ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുകയായിരുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഡോക്ടർ KS അനിൽകുമാറോ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. 24 തിരുവനന്തപുരം. പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി അവിടെ മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: തർക്കം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമ നടപടികൾ ദീർഘമായി തുടരുന്നത് ഗുണം ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലപാടെടുത്തു. അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടായ ഘട്ടത്തിലാണ് ഈ നിയമ നടപടികൾ ഇങ്ങനെ ദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ആർക്കും ഗുണം ചെയ്യില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന VBG-Ramji ബില്ലിൽ ലോക്സഭയിൽ ഇന്നത്തെ ചർച്ച 12 മണി വരെ നീട്ടി. ചർച്ചയ്ക്ക് തുടക്കമിട്ട കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പദ്ധതി എന്നാണ് ബില്ലിനെ വിശേഷിപ്പിച്ചത്. ബില്ലിന്മേൽ നാളെ സഭയിൽ വോട്ടെടുപ്പ് ഉണ്ടായേക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇന്ന് രാത്രി തന്നെ പാസ്സാക്കാൻ പറ്റുമോ എന്നൊരു നീക്കമാണോ ഈ ചർച്ച 10 മണിയിൽ നിന്ന് 12ലേക്ക് നീട്ടുന്നത് കൊണ്ട് കേന്ദ്രം പരിശോധിക്കുന്നത്? വിജയകുമാർ, ഈ ബില്ലിന്റെ ചർച്ച എന്തായാലും ഇന്ന് പൂർത്തിയാകില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. കാരണം 10 മണിക്കൂർ ചർച്ചയാണ് ഈ ബില്ലിന് അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഇന്ന് 6 മണിക്കൂർ ചർച്ച 4 മണിക്കൂർ ചർച്ച 10 മണി വരെ പൂർത്തിയാക്കി മറ്റ് 6 മണിക്കൂർ നാളെ ചർച്ച നടത്താനായിരുന്നു തീരുമാനിച്ചത്. എന്തായാലും 10 മണിയായതോടെ വീണ്ടും 2 മണിക്കൂർ കൂടി ചർച്ച നീട്ടാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് നിരയിലെ പ്രധാന നേതാക്കൾ ഇപ്പോൾ സഭയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ചർച്ച അടുത്ത ദിവസവും തുടരും എന്ന് ഉറപ്പാണ്. ഈ ഭരണപക്ഷത്തു നിന്നുള്ള പ്രധാന നേതാക്കൾ പലരും സഭയിലില്ലാത്ത സാഹചര്യവുമുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് പേരുമാറ്റം തന്നെയാണ് പ്രധാന വിമർശനം. മഹാത്മാഗാന്ധിയെ അവഹേളിച്ചു എന്ന ആരോപണം ഉയരുന്നു. ഒപ്പം ഈ ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചും വിമർശനം ഉയരുന്നുണ്ട്. തൊഴിൽ ദിനങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയരുന്നത്. ഇത്തരത്തിൽ ഒരു ധാരണ നിലവിൽ തന്നെ സർക്കാരിനുണ്ട് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഈ ബില്ലിലെ വ്യവസ്ഥകൾ 40% ഈ വേതനം അത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാകുന്നതിനോട് NDA ഭരിക്കുന്ന സർക്കാരുകൾ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് JPC പരിശോധിച്ച് ഈ ബില്ല് വീണ്ടും പരിഷ്കരിച്ച നിലയിൽ വീണ്ടും അവതരിപ്പിക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ട്. എന്തായാലും ഇന്ന് 12 മണി വരെ ചർച്ച പൂർത്തിയാക്കിയ ശേഷം നാളെയും ചർച്ച തുടരും. അതിന്റെ ഈ അവതരിപ്പിക്കും മുമ്പ് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്ന ഈ ബില്ലിനെതിരെ ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന്. ശരി ബൽറാം, എന്തായാലും നാളെ ഈ ബില്ല് നേരിട്ട് പാസ്സാക്കാൻ സർക്കാർ ശ്രമിക്കുമോ? വോട്ടെടുപ്പിലേക്ക് പോകുമോ? അതല്ല പാർലമെന്ററി കമ്മിറ്റികൾക്ക് പരിഗണനയ്ക്ക് അയക്കുമോ എന്ന് നാളെ അറിയാം. അത് വോട്ടെടുപ്പിലേക്ക് നീങ്ങി അത്ഭുതപ്പെടാനില്ല എന്നും ചില സൂചനകളുണ്ട്. അതല്ല JPC എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അതിൽ വഴങ്ങിയേക്കും എന്നും കേൾക്കുന്നു. എന്തായാലും നാളെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. ലോക്സഭയിൽ K. സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L. മുരുകന്റെ മറുപടി. കോടികൾ വാങ്ങി ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കുന്ന സംഘത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് K. സുധാകരൻ MP ആവശ്യപ്പെട്ടു. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24ന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIRൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയിക്കാനാണ് നിർദ്ദേശം. MPമാരായ K. സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ഉദ്യോഗസ്ഥന്റെ വാലറ്റിലെത്തിയ കോടികൾ എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെന്ന്
കെ സുധാകരൻ MP. ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റിനില്ലേ? അതേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്. റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച് 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 24 ഡൽഹി. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് പ്രത്യേക യോഗം ചേർന്നു. പുതിയ ബോർഡിന്റെ ആദ്യ തീരുമാനമായ കേരളീയ സദ്യ ഈ മാസം 21 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക പാസ് സൗകര്യം ഒരുക്കും. സ്പോട്ട് ബുക്കിംഗിലും ഇളവ് വരുത്തി. മകരവിളക്കുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ 26-ന് ചേരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്കായി നാളെ പ്രത്യേക യോഗം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.